ഇന്ത്യയുമായുള്ള വ്യാപാരവും ഊർജ്ജ സഹകരണവും കൂടുതൽ ആഴത്തിലേക്കുന്നതിനായി ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും കൂടുതലായി നൽകാൻ തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചു. വ്യാഴാഴ്ച ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് റഷ്യൻ ഉപപ്രധാനമന്ത്രി ഈ നിർണായക വാഗ്ദാനം മുന്നോട്ട് വച്ചത്. ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾ ശക്തമാക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ദീർഘകാല സഹകരണത്തിന് പുതിയ ദിശ നൽകുന്നതിനുമുള്ള നീക്കമായി ഇതിനെ വിലയിരുത്തപ്പെടുന്നു. കൂടിക്കാഴ്ചയിൽ ഊർജ്ജം, രാസവളം, വ്യാപാരം, ഗതാഗത, കണക്ടിവിറ്റി തുടങ്ങിയ നിർണായക മേഖലയിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാനുള്ള വഴികൾ ഇരു നേതാക്കളും വിശദമായി ചർച്ച ചെയ്തു. ഇന്ത്യയുടെ വളർന്നുവരുന്ന സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ റഷ്യ ഒരു വിശ്വസനീയ പങ്കാളിയെ തുടരുമെന്ന് ഉറപ്പാണ് റഷ്യൻ ഉപപ്രധാനമന്ത്രി നൽകിയത്. പ്രത്യേകിച്ച് എണ്ണയും പ്രകൃതിവാതകവും ഉൾപ്പെടെയുള്ള ഊർജ്ജ വിഭാഗങ്ങളുടെ സ്ഥിരതയുള്ള വിതരണം ഉറപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള ഇരു രാജ്യങ്ങളും ദീർഘകാല തന്ത്രപ്രധാനമായ സമീപനം സ്വീകരിക്കുമെന്നതിലും ഏകദേശ ധാരണയായി. കഴിഞ്ഞ വർഷം ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ ഇന്ത്യ സന്ദർശന വേളയിൽ എടുത്ത വിവാദ തീരുമാനങ്ങളുടെ പുരോഗതി പ്രധാനമന്ത്രി മോദി യോഗത്തിൽ വിലയിരുത്തി. ആ സന്ദർശനത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ സജീവമായി വിലയിരുത്തപ്പെടുന്നു. പ്രത്യേകിച്ച് ഊർജ്ജ ഇറക്കുമതിയിൽ ഇന്ത്യ റഷ്യയോട് കൂടുതൽ ആശ്രയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാസവള വിതരണത്തിലും റഷ്യ ഇന്ത്യയ്ക്ക് പ്രധാന പങ്കാളിയാണ്. 2025 അവസാനം വരെ ഇന്ത്യയിലേക്കുള്ള രാസവള വിതരണത്തിൽ ഏകദേശം 40% വർധനവ് രേഖപ്പെടുത്തിയതായി റഷ്യ ഉപപ്രധാനമന്ത്രി അറിയിച്ചു. കാർഷിക മേഖലയിൽ ഇന്ത്യക്ക് രാസവളത്തിന്റെ സ്ഥിരതയുള്ള ലഭ്യത ഉറപ്പാക്കുന്നതിൽ റഷ്യയുടെ പങ്ക് നിർണായകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ആവശ്യകത അനുസരിച്ച് ഇനിയും കൂടുതൽ രാസവളം നൽകാൻ റഷ്യ സന്നദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് വളത്തിന്റെ ലഭ്യത അത്യന്താപേക്ഷിതമാണെന്ന സാഹചര്യത്തിൽ ഈ വാഗ്ദാനം ഇന്ത്യക്ക് വലിയ ആശ്വാസമായി കണക്കാക്കപ്പെടുന്നു. ആഗോളതലത്തിൽ ഉയർന്നുവരുന്ന സംഘർഷങ്ങളും അതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന വിതരണ ശൃംഖല പ്രശ്നങ്ങളും ഇന്ത്യയുടെ ഇറക്കുമതി സംവിധാനത്തെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ, ഇറാൻ, US സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടായ തടസ്സങ്ങൾ ഊർജ്ജവും രാസവളവും ഉൾപ്പെടെയുള്ള പ്രധാന ഇറക്കുമതികളെ ബാധിച്ചിരിക്കുകയാണ്. ലോകത്തിലെ പ്രധാന എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെട്ടത് ഇന്ത്യ പോലുള്ള വലിയ ഇറക്കുമതി ആശ്രിത രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്. ഇത്തരം അനിശ്ചിതത്വ സാഹചര്യത്തിൽ റഷ്യയുടെ ഈ നീക്കം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് പുതിയ സ്ഥിരത നൽകുന്നതിനായി വിലയിരുത്തപ്പെടുന്നു. മധ്യപൂർവ്വ ദേശത്തെ ആശ്രയത്വം കുറയ്ക്കാനും ഇറക്കുമതി ഉറവിടങ്ങൾ വൈവിധ്യമാക്കാനും ഇന്ത്യ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ കൂടുതൽ പിന്തുണ ലഭിക്കുന്നത്. ഇത് ദീർഘകാലത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്കും വ്യവസായ വളർച്ചയ്ക്കും സഹായകരമാവുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം പരമ്പരാഗതമായി പ്രതിരോധ, ഊർജ്ജ, ബഹിരാകാശ മേഖലകളിൽ ശക്തമാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യാപാരവും അടിസ്ഥാന സൗകര്യ വികസനവും ഉൾപ്പെടെയുള്ള മേഖലകളിലും സഹകരണം വിപുലീകരിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നു. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾക്കും ഉപരോധ സാഹചര്യങ്ങൾക്കും ഇടയിൽ പരസ്പര പിന്തുണയ്ക്കുന്ന പങ്കാളികളായി ഇന്ത്യയും റഷ്യയും നിലകൊള്ളുന്നത് ശ്രദ്ധേയമാണ്. ഇതിനൊപ്പം കണക്ടിവിറ്റി പദ്ധതികളും ഇരു രാജ്യങ്ങൾക്കിടയിൽ പ്രാധാന്യം നേടുന്നു. അന്താരാഷ്ട്ര ഉത്തരദക്ഷിണ ഗതാഗത പാത പോലുള്ള പദ്ധതികൾ വ്യാപാരം കൂടുതൽ സുഗമമാക്കാനും ചരക്ക് ഗതാഗത ചെലവ് കുറയ്ക്കാനും സഹായിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. ഇത്തരം പദ്ധതികൾ ഭാവിയിൽ ഇന്ത്യ റഷ്യ വ്യാപാര ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വഴിയൊരുക്കും. മൊത്തത്തിൽ ആഗോള സംഘർഷങ്ങളും വിപണിയിലെ അനിശ്ചിതത്വങ്ങളും ഉയർന്നുവരുന്ന ഈ സമയത്ത് റഷ്യ ഇന്ത്യക്ക് നൽകുന്ന അധിക ഊർജ്ജവും രാസവളവും രാജ്യത്തിന്റെ സാമ്പത്തികവും കാർഷികവുമായ സ്ഥിരതയ്ക്ക് നിർണായക പിന്തുണയായിരിക്കുന്നു. പരസ്പര വിശ്വാസത്തിലും ദീർഘകാല തന്ത്രപരമായ സഹകരണത്തിലും അധിഷ്ഠിതമായ ഇന്ത്യ റഷ്യ ബന്ധം ഭാവിയിൽ കൂടുതൽ ശക്തമാക്കുമെന്ന് ഈ പുതിയ നീക്കം സൂചിപ്പിക്കുന്നു. ഇതിനൊപ്പം ആണവ നിലയത്തിന്റെ ശേഷിക്കുന്ന റിയാക്ടറിന്റെ നിർമ്മാണം നിശ്ചയിച്ച സമയക്രമത്തിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് റഷ്യ ഉറപ്പു നൽകി. 5 S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനവും ചർച്ചകളിൽ ഇടം പിടിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവാൽ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവരുമായും റഷ്യൻ ഉപപ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സാങ്കേതികവിദ്യ, ബഹിരാകാശം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ പുതിയ അവസരങ്ങളും ചർച്ചാ വിഷയമായി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.